ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് കമ്പനിക്ക് രാജ്യത്തെ ഉപഗ്രഹ ഇൻ്റർനെറ്റ് നൽകാൻ കേന്ദ്ര ടെലികോം വകുപ്പ് ലൈസൻസ് നൽകി. ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ ഉണ്ടായേക്കും. ഉപഗ്രഹ ഇൻ്റർനെറ്റ് ലൈസൻസ് ലഭിക്കുന്ന മൂന്നാമത്തെ കമ്പനിയായിരിക്കും സ്റ്റാർലിങ്ക്. ഭാരതി എയർടെലിന് പങ്കാളിത്തമുള്ള വൺ വെബ്, റിലയൻസിൻ്റെ ജിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്നിവയ്ക്കാണ് നിലവിൽ കേന്ദ്രം ടെലികോം വകുപ്പ് ലൈസൻസ് നൽകിയിട്ടുള്ളത്. GMPS ഗ്ലോബൽ മൊബൈൽ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ സാറ്റലൈറ്റ് എന്ന ലൈസൻസാണ് കമ്പനികൾക്ക് ലഭിക്കുന്നത്. കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള റെഗുലേറ്ററി ഏജൻസിയായ ഇൻസ്പേസിൻ്റെ അനുമതി സ്റ്റാർലിങ്ക് നേടേണ്ടതുണ്ട്. വൺ വെബിന് നവംബറിൽ ഇത് ലഭിച്ചിരുന്നു. ഇൻസ്പേസിൻ്റെ അനുമതി ലഭിച്ച ശേഷമാകും കേന്ദ്രം സ്പെക്ട്രം അനുവദിക്കുക. ഭൂമിയുമായി വളരെ അടുത്ത ഭ്രമണപഥത്തിൽ നൂറുകണക്കിന് ഉപഗ്രഹങ്ങൾ ലോ എർത്ത് ഓർബിറ്റ് ലിയോ വിന്യസിച്ച് അതിലൂടെ ഇൻ്റർനെറ്റ് നൽകുന്നതാണ് സ്റ്റാർലൈറ്റ് ഇൻ്റർനെറ്റ്. ഡയറക്റ്റ് ടു ഹോം ഡിഷ് TV സേവനത്തിന് സമാനമായി കെട്ടിടങ്ങളുടെ മുകളിൽ സ്ഥാപിക്കുന്ന ചെറിയ ഡിഷ് ആൻറ്റിന വഴിയാണ് ഇത് ലഭിക്കുക. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എത്തിപ്പെടാത്ത വിദൂര സ്ഥലങ്ങളിൽ പോലും ഇൻ്റർനെറ്റ് ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ മെച്ചം. നിലവിൽ 5289 ഉപഗ്രഹങ്ങളാണ് സ്റ്റാർലിങ്കിനുള്ളത്. വൺ വെബ് സേവനം ഈ വർഷം അവസാനത്തോടെ ലഭ്യമാക്കുമെന്നാണ് ഭാരതി എൻ്റർപ്രൈസസ് സ്ഥാപകൻ സുനിൽ മിത്തൽ അറിയിച്ചിരിക്കുന്നത്.